ഹായ് സ്റ്റുഡൻസ്, ഫില്ലർ റോഡ് ഇല്ലാതെ 2 മില്ലിമീറ്റർ ഫ്ലാറ്റ് പൊസിഷനിലുള്ള MS ഷീറ്റ് എഡ്ജ് ജോയിന്റ് വെൽഡിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. ചിത്രത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഷീറ്റിന്റെ എഡ്ജുകൾ മടക്കുക. ഇനി എഡ്ജുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു ടാക്ക് വെൽഡിംഗ് ചെയ്യുക. ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് 2 എഡ്ജുകളെയും ശരിക്കും ചേർത്ത് ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡിംഗ് ചെയ്യുക. കൂട്ടിച്ചേർത്ത അഗ്രങ്ങൾ ഒരേ പ്രതലത്തിൽ സമമായും വൃത്തിയായും ചേർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽഡിംഗ് ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. ഹെൽമറ്റും ഹുഡും, റെസ്പിറേറ്റർ, സ്റ്റീൽ ടോ റബ്ബർ സോൾ ബൂട്ട്സ്, അഗ്നി പ്രതിരോധ വസ്ത്രങ്ങൾ, ഗ്ലോവ്സ്, ചെവികൾ സംരക്ഷിക്കാനുള്ളവ, ഇത്രയും ഒബ്സർവ് ചെയ്ത ശേഷം അതിനനുസരിച്ച് സാമഗ്രികൾ ഒരുക്കുക. ഇവിടെ അളവുകൾ ഇങ്ങനെയാണ്. 150 × 92 × 2 മില്ലിമീറ്റർ ആണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടത്. ജോലി തുടങ്ങുന്നതിനായി മെറ്റൽ പീസസിനെ 150 × 45 × 2 മില്ലിമീറ്റർ അളവ് അനുസരിച്ച് വെട്ടുകയും അടുക്കുകയും ചെയ്യുക. ഈ മെറ്റൽ പീസുകളുടെ അഗ്രങ്ങളെ വളരെ വൃത്തിയായി സമമാക്കുക. ഇനി മെറ്റൽ പീസുകളെ 90 ഡിഗ്രി ആംഗിളിൽ വളയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ മെറ്റൽ പീസിന്റെ വളഞ്ഞ ഭാഗത്തിന്റെ അളവ് മെറ്റൽ പീസിന്റെ തിക്നെസ്സിനേക്കാളും 2 മടങ്ങ് അധികമായിരിക്കണം. ഉദാഹരണത്തിന് മെറ്റൽ പീസിന്റെ തിക്നെസ് 2 മില്ലിമീറ്റർ ആണെങ്കിൽ വളഞ്ഞ ഭാഗത്തിന്റെ നീളം 4 മില്ലിമീറ്റർ എന്ന അളവിലായിരിക്കണം. ഇനി വെൽഡിംഗ് ഗ്യാസ് പ്ലാന്റിന്റെ പ്രഷർ 0.15 kg/cm² എന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നോസിൽ 7-ൽ ഫിക്സ് ചെയ്യുക. ഫ്ലെയിം ന്യൂട്രൽ ആയിരിക്കണം. വെൽഡിംഗ് ചെയ്യേണ്ട സാധനങ്ങൾ വെൽഡിംഗ് ടേബിളിൽ ഒരുക്കുക. 2 വശങ്ങളും ചേർത്ത് ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്ക് വെൽഡ് ചെയ്തതിന്റെ നീളം ഏകദേശം 6 മില്ലിമീറ്റർ ആയിരിക്കും. അതിനുശേഷം ടാക്കുകൾ വൃത്തിയാക്കുക. അലൈൻമെന്റ് ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇവയെ ഒരു ഫയർ ബ്രിക്സിന്റെ മേലെ സമാന്തരമായി വയ്ക്കുക. വയർ ബ്രഷ് ഉപയോഗിച്ച് വളരെ നന്നായി വൃത്തിയാക്കുക. ഇനി വെൽഡിംഗ് തുടങ്ങാം. വലത് അറ്റത്തിൽ നിന്നും ആരംഭിക്കുക. ജോലി ചെയ്യുമ്പോൾ ബ്ലോ പൈപ്പ് 60-70 ഡിഗ്രി ആംഗിളിലാണോ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. വെൽഡിംഗ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. വെൽഡിംഗ് ചെയ്ത ഭാഗം ഒരേപോലെയാണ് ചേർന്നിരിക്കുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെൽഡിങ്ങിന്റെ വേഗവും ഫ്ലെയിമിന്റെ ഇന്റൻസിറ്റിയും ഒരേപോലെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. സർഫേസിന്റെ മുഴുവൻ ഭാഗത്തും മെറ്റൽ പീസ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് പോലെ വെൽഡിംഗ് ചെയ്യുക. ഇടതുഭാഗത്ത് വെൽഡിംഗ് നിർത്തിയ ശേഷം
ക്രേറ്റർ ഫിൽ ചെയ്ത് ജോലി അവസാനിപ്പിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നോസിൽ വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുക. വെൽഡ് ചെയ്ത ഭാഗം വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും, കംപ്ലീറ്റ് പെനിട്രേഷൻ, റിപ്പിൾസ്, ഫ്യൂഷൻ ഇവയൊക്കെ ഒരേ രീതിയിലാണോ വന്നിരിക്കുന്നതെന്ന് പരിശോധിക്കുക. മാത്രമല്ല, മനോഹരമായ വെൽഡിങ്ങിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. വെൽഡിംഗ് ചെയ്യുമ്പോൾ പൊറോസിറ്റിയോ ഫ്യൂഷന്റെ അഭാവമോ അണ്ടർ കട്ടോ ഉണ്ടാകാൻ പാടില്ല. വെൽഡ് ചെയ്ത ഭാഗങ്ങൾ വൃത്തിയാക്കുക. വെൽഡ് ചെയ്ത ബീഡിന്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ഒരേപോലെയുള്ള റിപ്പിൾസ്, ഒരേ രീതിയിലുള്ള ഫ്യൂഷൻ, അതിന്റെ പെനിട്രേഷൻ എന്നിവയെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, വെൽഡിംഗ് ചെയ്യുമ്പോൾ പൊറോസിറ്റിയോ അണ്ടർ കട്ടോ ഫ്യൂഷന്റെ അഭാവമോ ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ റീക്യാപ്പ്. വെൽഡിംഗ് ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. ടാഗ് ചെയ്ത 2 മെറ്റൽ പീസുകളെ വെൽഡിംഗ് ടേബിളിൽ ഫിക്സ് ചെയ്യുക. വെൽഡിംഗ് മെഷീന്റെ നോസിൽ 60 അല്ലെങ്കിൽ 70 ഡിഗ്രി ആംഗിളിൽ വെച്ച് ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് വെൽഡിംഗ് ചെയ്യുക. വെൽഡിംഗ് പൂർത്തിയായ ശേഷം ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഫില്ലർ റോഡ് ഇല്ലാതെ 2 mm തിക്നെസ് ഉള്ള മെറ്റൽ ഷീറ്റിന്റെ 2 എഡ്ജുകളും ഗ്യാസ് വെൽഡ് ഉപയോഗിച്ച് ചേർക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. മെറ്റൽ പീസിനെ 90 ഡിഗ്രി ആംഗിളിൽ വളയ്ക്കണം. 2 എൻഡും ടാക്ക് വെൽഡ് ചെയ്തിരിക്കണം. 60 അല്ലെങ്കിൽ 70 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് ചെയ്യുക. ഒരേ അളവിൽ വെട്ടിയെടുക്കുക, ചേർക്കുക, പരിപൂർണമായി വെൽഡ് ചെയ്യുക, ന്യൂനതകളില്ലാതെ നോക്കുക. ഫില്ലർ റോഡ് ഇല്ലാതെ അഡ്ജോയിന്റ് വെൽഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. രസകരവുമായ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.